അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികൾ എ ഐയിൽ പഠിക്കാനുള്ളത്? മെയിനായിട്ടും 5 കാര്യങ്ങളാണ് അവർ അറിഞ്ഞിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, എ ഐ എന്താണെന്ന് പേടിയില്ലാതെ അവർക്ക് പഠിക്കാൻ പറ്റും. എന്താണ് എ ഐ? രണ്ടാമത്തേത്, എ ഐ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എ ഐയുടെ പിന്നിൽ എങ്ങനെയാണ് അതിനുള്ള ചിന്തിക്കുന്നത്? എങ്ങനെയാണ് ചിന്തിച്ച് അതൊരു തീരുമാനം എടുക്കുന്നത് മനുഷ്യനെ പോലെ? മൂന്നെന്ന് പറയുന്നത്, എ ഐ ടൂൾസായ സ്മോൾ ടൂൾസായ ChatGPT, ജെമിനി പോലുള്ള ടൂളുകൾ പരിചയപ്പെടുത്താം. 4 എന്ന് പറയുന്നത്, എ ഐ എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി സൈഡിൽ സഹായിക്കുന്നത്? സ്റ്റോറി ക്രിയേഷൻ അല്ലെങ്കിൽ ഡ്രോയിങ്സിനെല്ലാം എ ഐ എങ്ങനെയാണ് ഇമേജ് ക്രിയേഷൻ ഒക്കെ സഹായിക്കുന്നത്? 5 എന്ന് പറയുന്നത് എത്തിക്സ്, ഏറ്റവും പ്രധാനമാണ്. എന്തൊക്കെ നല്ല കാര്യങ്ങൾ എ ഐ വെച്ച് ചെയ്യാം, എന്തൊക്കെ ചീത്ത കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നു എ ഐ വെച്ച് എന്നുള്ളതും പഠിപ്പിക്കാം. ഇതാണ് 5 ബേസിക് കാര്യങ്ങൾ എ ഐയിൽ പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നെ വരുന്നതാണ് കോഡിംഗ്. അത് ലേറ്റർ പിന്നീട് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് അവർക്ക് പഠിച്ചു തുടങ്ങാം. നല്ല പാരൻ്റായ നിങ്ങളുടെ കുട്ടിക്ക് നല്ല സ്കൂൾ കൊടുക്കുന്നു, എക്സ്ട്രാ ക്ലാസ്സസ് കൊടുക്കുന്നു, ട്യൂഷൻ കൊടുക്കുന്നു. എ ഐ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ അവനെ സ്ട്രെസ്സാക്കുകയല്ല ചെയ്യുന്നത്. ആ കുട്ടി ഫ്യൂച്ചറിൽ ഒരു കോൺഫിഡൻ്റായും ഫ്യൂച്ചർ ലീഡറായും വളർന്നു വരികയാണ് ചെയ്യുന്നത്. എ ഐ നിങ്ങളുടെ കുട്ടികളുടെ എനിമി അല്ല, എ ഐ അറിയാത്തതാണ് എനിമി. എ ഐ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ കുട്ടി നാളെ ലോകം ചേഞ്ച് ചെയ്യുന്ന ഒരാളായി മാറാം. ഈ വീഡിയോ എല്ലാ പാരൻസിനും ഷെയർ ചെയ്യൂ. എ ഐ റെഡി കിഡ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫ്യൂച്ചറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് ഒരു എ ഐ സ്റ്റഡി പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ എ ഐ എന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സ്റ്റഡി പ്ലാൻ അയച്ചു തരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ഓർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.